ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ റംസാൻ്റെ ഒരു വ്ളോഗാണ്, കുഞ്ഞൊരു വ്ളോഗാണ്. പിന്നെ അതിൽ മെയിനായിട്ട് ഒരു ചിക്കൻ സമൂസയുടെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ റംസാൻ്റെ അന്ന് മുതലുള്ള ഒരു ചെറിയ വ്ളോഗ്, അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ നമ്മൾ മോർണിംഗിൽ എഴുന്നേറ്റ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് പിന്നെ നമ്മളിനി ഓരോ പണികൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാലത്ത് തന്നെ പിന്നെ ഫുഡിൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് നേരം പിന്നെ ലേറ്റായിട്ട് സുബിയൊക്കെ നിസ്കരിച്ച് പിന്നെ ലേറ്റായിട്ട് നമ്മൾ എണീക്കണുള്ളൂ. മുന്നാക്ക് മാത്രമേ നോമ്പില്ലാത്തതുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്ത് കുറച്ച് ബാൽക്കണിയിൽ ചെടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ല ചൂടുള്ള ടൈമായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് എന്താ പറയുക, ഒരു 2-3 ദിവസമായിട്ട് നല്ല മഴ കിട്ടിയപ്പോൾ നോമ്പെടുക്കാനാണെങ്കിലും ഒരു ആശ്വാസമുണ്ട്. പക്ഷെ എന്നാലും ചെടികളൊക്കെ നല്ല പോലെ വാടിക്കെടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഓരോ പരിപാടികളായിട്ട് തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനാണ്. ഇപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എടുക്കാനാവുമ്പോൾ സുഖമാണല്ലോ. അപ്പോൾ പച്ചമുളക് പേസ്റ്റ് ആക്കണില്ല, അത് നമ്മൾ തോക്കം കളഞ്ഞിട്ട് വെക്കണമല്ലോ. അപ്പോൾ ഇതേപോലെ ചെറിയ ഇഞ്ചി കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ പുതിനയും മല്ലിയിലും കഴുകിയിട്ട് അതൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒന്ന് ഉണക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഡപ്പയിലാക്കി വെക്കുമ്പോൾ കുറേ ദിവസം ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇടുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ചും കൂടെ ടൈം നമ്മൾ ഫ്രീസറിൽ ഇരിക്കുകയാണെങ്കിലും ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വെളുത്തുള്ളി ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതേപോലെ പേസ്റ്റാക്കി വെക്കുക. അപ്പോൾ രണ്ടും നമ്മൾ ഇതേപോലെയൊക്കെ സംഭവങ്ങൾ പേസ്റ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് റമദാൻ്റെ ടൈമിലൊക്കെ എന്തുണ്ടാക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈസിയാണ്, ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് പുതിനയും മല്ലിയിലേക്ക് ഒന്ന് വെള്ളം നല്ലപോലെ വാർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുന്നിട്ട് ഇനി അതും ഇതേപോലെ അരിഞ്ഞു വെക്കുകയാണ്. അരിഞ്ഞു വെക്കുമ്പോൾ കുറേ ദിവസം ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. ഇത് ഫ്രീസറിൽ വെക്കണ്ട, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി മാത്രമേ ഫ്രീസറിൽ വെക്കണ്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും അരിഞ്ഞിട്ട് ഫ്രിഡ്ജിലാണ്, താഴെയാണ് നമ്മൾ വെക്കണത് കേട്ടോ. എല്ലാവരും ചെയ്തു വെക്കണ പരിപാടികളൊക്കെ തന്നെയാണിത്. കാരണം പെട്ടെന്ന് നമുക്ക് പണികൾ തീരാനും അതേപോലെ കുറേ ടൈം നമുക്ക് ഓതാനിരിക്കാനൊക്കെ പറ്റും. നമുക്ക് ഈ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനായിട്ട് ടൈം കുറേ നേരം സ്പെൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ പരിപാടികളും നടക്കും. ഈ ഒരു നോമ്പിൻ്റെ ടൈമിൽ നമുക്ക് എത്ര ഗ്ലാസ് എടുത്താലും തേയില്ല. അതേപോലെ ജ്യൂസ് ആണെങ്കിലും വെള്ളമാണെങ്കിലും അങ്ങനെ ആയിട്ട് കുറേ ഗ്ലാസ്സുകൾ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ച് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി റെസിപ്പിയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ, ചിക്കൻ സമൂസ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സബോള നല്ല കുഞ്ഞതാക്കി അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റാൻ വെക്കുക. ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മളിനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്യുക. ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ മുന്നേ ഇതിൽ പേസ്റ്റിൽ ഉപ്പിട്ട കാരണം ഞാൻ ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മല്ലിയിലയും പുതിനയുടെ ഇലയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി സെറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി നമ്മൾ ഒഴിക്കണത് സോയാ സോസാണ്. സോയാ സോസ് ഒഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും, ഒരു പുളിയുമൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും സമൂസ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സോയാ സോസ് ഒഴിച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റും കിട്ടും. ഇനി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ തന്നെ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്രഷ് ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഗരം മസാലയും വേണമെങ്കിൽ നമുക്ക്, ഇപ്പോൾ നമ്മൾ ഈ ടൈമിൽ നമ്മൾ ഗരം മസാല ചേർക്കാത്ത കാരണം ചിക്കൻ വേവിക്കുന്ന ടൈമിൽ ഗരം മസാല ചേർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല മിക്സാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്കരിക്കാൻ പോയി. അപ്പോൾ കാലത്തായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ആനാണ്ട് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ പിന്നെ നിസ്കരിക്കാനും ഒക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സമൂസയുടെ ഷീറ്റിൽ നമ്മുടെ ആ ഫില്ലൊക്കെ നിറച്ച് നമ്മൾ പിന്നെ സമൂസ പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ഉള്ളി ബജിയാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ സമൂസയും ഉള്ളി ബജിയായിരുന്നു സ്നാക്സ് ആയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ പിന്നെ നമ്മുടെ സമൂസയുടെ പണിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളി ബജി പൊരിക്കാൻ നിന്നു. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഏകദേശം നമ്മുടെ ടൈമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കിയത് മുന്തിരി ജ്യൂസും അതേപോലെ തണ്ണിമത്തൻ നമ്മളിങ്ങനെ കുഞ്ഞുഞ്ഞേതാക്കി അരിഞ്ഞിട്ട് ജ്യൂസ് അടിക്കല്ലാണ്ട് കുഞ്ഞുഞ്ഞേതാക്കിയിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടുള്ള ഒരു തരം ജ്യൂസ് പോലെ ആക്കിയാണ് ചെയ്തത്. ഫ്രൂട്ട്സ് ഒന്നും ഈ ടൈമിൽ അധികം ആരും അങ്ങനെ കഴിക്കില്ല കേട്ടോ. നമ്മുടെ ഇവിടെ വാട്ടർമെലൺ എല്ലാവരും നല്ലപോലെ കഴിക്കും. അത് ഇതേപോലെ ആക്കുകയാണെങ്കിൽ കഷ്ണങ്ങളാക്കണേക്കാളും കൂടുതൽ ഇതേപോലെ പഞ്ചസാര ഇട്ടിട്ട് ആക്കുകയാണെങ്കിൽ അതെല്ലാവരും കഴിക്കും. പിന്നെ അധികം വലിയ ഫ്രൂട്ട്സൊന്നും അങ്ങനെ ആരും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അധികം ഫ്രൂട്ട്സൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ മുന്തിരിയും ആപ്പിളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജ്യൂസ് മുന്തിരി വാങ്ങി അങ്ങനെ ജ്യൂസ് അടിക്കുകയും ചെയ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ റംലാൻ്റെ റെസിപ്പീസൊക്കെ. പിന്നെ മെയിനായിട്ടൊരു സാധനം ഉണ്ടാക്കിയത് നമ്മുടെ പണ്ടത്തെ ഒരു ട്രഡീഷണൽ റെസിപ്പി ആയിട്ടുള്ള തരിക്കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അത് നോമ്പിന് തരിക്കഞ്ഞി ഇല്ലാതെ ഒരു ഫിനിഷിംഗ് ഇല്ലല്ലോ. അപ്പോൾ ആ തരിക്കഞ്ഞിയും ഉണ്ടാക്കി. ഇതിൻ്റെ റെസിപ്പി ആവശ്യമാണെങ്കിൽ പറയുകയാണെങ്കിൽ ഞാനിതിൻ്റെ റെസിപ്പി ഇട്ടുതരാം. ഞാനിതിൻ്റെ റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ റംലാൻ്റെ റെസിപ്പീസും സംഭവങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നോമ്പ് തുറക്കുന്ന ടൈമായി ബാങ്കൊക്കെ കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്നു. നമ്മുടെ ഉണ്ടാക്കിയ റെസിപ്പിയിലത്തെ സമൂസയാണ് ഇപ്പോൾ അത്. നല്ല ഫില്ലിങ്ങൊക്കെ ആയിട്ട് നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.